أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ ആയത്ത് 181. അർത്ഥം: നിങ്ങളിൽ ഒരാൾക്ക് മരണമാസന്നമായാൽ അയാൾ ധാരാളം ധനം അവശേഷിപ്പിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കുമായി ന്യായമായതു പ്രവർത്തിക്കാൻ അയാൾ വസിയത്ത് ചെയ്യേണ്ടതാണെന്ന് നിങ്ങൾക്ക് കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു ബാധ്യതയാണിത്. ഈ ആയത്തിൻ്റെ തഫ്സീർ തുടരുകയാണ്. അൽ വസിയത്തു ലിൽ വാലിദൈനി വൽ അഖറബീൻ എന്നതിൻ്റെ രണ്ടാമത്തെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു. ഇതിൻ്റെ രണ്ടാമത്തെ അർത്ഥം, ഇനി അടുത്ത ബന്ധുക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നതിനായി വസിയത്ത് ചെയ്യുക എന്നതാണ്. അതായത് അവിശ്വസിയായ അവസ്ഥയിൽ ഇസ്ലാമിക നിയമപ്രകാരം വസിയത്ത് ചെയ്യാതെ കാഫിറായ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ അനന്തരാവകാശം ലഭിക്കില്ല. അവർക്കൊരു ഓഹരിയുമില്ല. അവർക്ക് സമ്പത്ത് നൽകുന്നത് ഗുണകരമാണെന്ന് തോന്നിയാൽ തൻ്റെ സ്വത്തിൽ നിന്ന് ഇന്ന ആളുകൾക്ക് ഇത്ര ഭാഗം നൽകാമെന്ന് മരിക്കുന്ന ആൾക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. എന്നാൽ അവർ ആ പണം ഇസ്ലാമിന് വിരുദ്ധമായി ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ അത് നൽകേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിൽ, കാഫിറായ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഓഹരിയിൽ ഒരവകാശവുമില്ല. എന്നാൽ വസിയത്തിന് അവസരം നൽകിയത് ഇനി അവർ ആ സമ്പത്തിന് അർഹരായിട്ടുള്ളവരാണെങ്കിൽ അവർക്കത് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാമിന് വിരുദ്ധമായി ആ സമ്പത്ത് ഉപയോഗിക്കുമെങ്കിൽ അവരിൽ അത് എത്താതിരിക്കുന്നതിനു വേണ്ടിയുമാണ്. ഈ ആയത്തിൻ്റെ മൂന്നാമത്തെ അർത്ഥം, മരിക്കുന്നയാൾ തൻ്റെ പേരക്കുട്ടികൾക്കോ സഹോദരപുത്രന്മാർക്കോ വേണ്ടി വസിയത്ത് ചെയ്യണമെന്നതാണ്. കാരണം ഇസ്ലാമിക നിയമപ്രകാരം പിതാമഹൻ ജീവിച്ചിരിക്കെ മകൻ മരിച്ചാൽ പേരക്കുട്ടികൾക്ക് നേരിട്ട് അനന്തരാവകാശം ലഭിക്കില്ല. ഇത്തരം സാഹചര്യങ്ങളിൽ തൻ്റെ സ്വത്തിൻ്റെ 1/3 ഭാഗത്ത് നിന്ന് പേരക്കുട്ടികൾക്കായി വസിയത്ത് ചെയ്യാനാകും. ഇത് ശരീഅത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധവുമാവുകയില്ല. മാത്രവുമല്ല, പേരക്കുട്ടികൾക്ക് അത് വലിയൊരു സഹായവുമായിരിക്കും. തുടർന്ന് ഹുസൂർ പറയുന്നു, ഓരോ രാജ്യത്തും വ്യത്യസ്തമായ നിയമങ്ങളാണ്. റഷ്യ പോലുള്ള ചില രാജ്യങ്ങളിൽ ഒരാൾ മരിക്കുന്ന സമയത്ത് എഴുതി വയ്ക്കുന്ന വസിയത്തിന് നിയമസാധ്യത കൂടുതലാണ്. എന്നാൽ മറ്റ് ചില രാജ്യങ്ങളിൽ വ്യക്തിപരമായ വസിയത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. മറിച്ച് അവിടുത്തെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള നിയമമനുസരിച്ചാണ് സ്വത്ത് വിഭജിക്കപ്പെടുന്നത്. വസിയത്തിന് അംഗീകാരമുള്ള രാജ്യങ്ങളിൽ വസിയത്തിൻ്റെ ഗുണമെന്തെന്നാൽ അവിടുത്തെ പ്രാദേശിക നിയമപ്രകാരം ഏതെങ്കിലും ബന്ധുക്കൾക്ക് സ്വത്തിന് അവകാശമില്ലെങ്കിൽ പോലും വസിയത്തിലൂടെ ഇസ്ലാം അവർക്കായി നിശ്ചയിച്ച വിഹിതം നൽകാൻ സാധിക്കും. അതിലൂടെ ഇസ്ലാമിക ഭരണകൂടമില്ലാത്ത രാജ്യങ്ങളിലും ഇസ്ലാമിക അധ്യാപനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കും. ഇനി ഇസ്ലാമിക നിയമപ്രകാരം സ്വത്ത് വിഭജിക്കാൻ സാധിക്കാത്ത രാജ്യമാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ വസിയത്ത് ചെയ്തു വെക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിച്ചു എന്ന പാപത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനും സാധിക്കും. അത്തരം സാഹചര്യങ്ങളിൽ വസിയത്തിൽ വ്യത്യാസം വരുത്തുന്നവർ മാത്രമായിരിക്കും കുറ്റക്കാർ. അതുപോലെ വസിയത്ത് ചെയ്യാം എന്നതിൻ്റെ അർത്ഥം ശരീഅത്ത് കൃത്യമായി ഓഹരി നിശ്ചയിച്ച ഒരു അവകാശിക്ക് അവൻ്റെ വിഹിതത്തേക്കാൾ കൂടുതൽ നൽകാമെന്നല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കർശനമായി നിരോധിച്ചിട്ടുള്ള ഒരു കാര്യവുമാണ്. ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഇന്നല്ലാഹ അഅത കുല്ല സീ ഹഖിൻ ഹഖഹു വലാ വസിയത ലിവാരിസിൻ. അതായത് അള്ളാഹു ഓരോ അവകാശിക്കും അർഹമായ ഓഹരി നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാൽ ഓഹരി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആൾക്കായി ഒരു വസിയത്തും ചെയ്യാൻ പാടില്ല.
അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ഒരിക്കലും മൻസൂഖാകപ്പെട്ടതല്ല. കാരണം മരണശേഷം സ്വത്ത് വിഭജനത്തിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാനും ബന്ധുക്കളല്ലാത്തവർ വ്യാജവാദങ്ങൾ ഉന്നയിക്കാതിരിക്കുവാനും മുൻകൂട്ടി വസിയത്ത് ചെയ്യുന്നത് ഉപകരിക്കുന്നതാണ്. ഈ വസിയത്ത് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ചെയ്യുകയും വേണം. അതുപോലെ ഈ ആയത്തിൽ സ്വത്തിനെ സൂചിപ്പിക്കാൻ ഖൈർ എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സന്മാർഗത്തിലൂടെ നേടിയ സ്വത്ത് മാത്രമേ യഥാർത്ഥത്തിൽ സമ്പത്താകുകയുള്ളൂ. അത് ഹലാലായ മാർഗത്തിലൂടെ മാത്രം സമ്പാദിക്കുക. അധാർമിക വഴികളിലൂടെ സമ്പാദിച്ച ധനം യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ല. നിങ്ങളുടേതല്ലാത്ത ഒന്നിൽ നിന്ന് വസിയത്ത് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശവുമില്ല. അതുകൊണ്ട് അനന്തരാവകാശികൾക്കായി ഹലാലായ സ്വത്ത് മാത്രം കരുതി വയ്ക്കുക. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.